സുഹൃത്തുക്കളെ, ഇന്നലെ എടരിക്കോട് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങിയ ഒരു ലോറിയുടെ ബ്രേക്ക് പോയി നിയന്ത്രണം വിട്ടുകൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽപ്പെട്ട വാഹനങ്ങളാണ് ഈ കാണുന്ന വാഹനങ്ങളൊക്കെ. 10ഓളം വാഹനങ്ങൾ ഉണ്ട് എന്നാണ് അവിടെ ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ടത്. ഞാൻ കൂടുതൽ അവിടെ നിന്നില്ല, കാരണം അവിടെ നല്ല ആളുകളുണ്ട്, പോലീസ് ഉണ്ട്, അതേപോലെ തന്നെ അവിടെ വണ്ടി നിർത്താൻ സൗകര്യമില്ല. എങ്കിൽ പോലും പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണെന്ന് ഞാൻ കോഴിക്കോട് പോയി വരുന്ന സമയത്ത് അപ്പോൾ ഓരോ വാഹനത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ആ നിയന്ത്രണം വിട്ടുപോയ ലോറിയാണ് ആ മൂക്ക് കുത്തിയിട്ട് ആ പാടത്തിലേക്ക് ഇറങ്ങി കിടക്കുന്നത്. ഇനി അതിന്റെ മുന്നിൽ വാഹനങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല. ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ബ്രേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ദേശീയപാതയുടെ പണി ഏകദേശം കഴിഞ്ഞ് തീർന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഈ മാസം ലാസ്റ്റൊക്കെ ആവുമ്പോഴേക്കും റോഡ് മുഴുവനായിട്ട് നമുക്ക് ഓപ്പൺ ആയി കിട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു അപകടം നമ്മൾ കാണുന്ന സമയത്ത് ഇനി ഇതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. അതായത് ദേശീയപാതയിൽ പാലിക്കേണ്ട കുറെ അച്ചടക്കങ്ങളുണ്ട്. ആ അച്ചടക്കങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവൻ അടക്കം നമ്മൾ കാരണമായിട്ട് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഇത് വളരെ സ്നേഹത്തോടു കൂടി പറയുന്നത്. അത് എത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണെങ്കിലും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഡ്രൈവ് ചെയ്ത് അവിടെ ഹോട്ടലുണ്ടോ, ഇവിടെ വെള്ളം കുടിക്കാനുള്ള കട ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പുറത്ത് സിഗരറ്റ് കിട്ടുന്ന കട ഉണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ ബാത്റൂം ഉണ്ടോ, പമ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് പോയാൽ മതി. കാരണം എടപ്പാളിൽ നിന്ന് പുറപ്പെട്ടാൽ സാധാരണഗതിയിൽ ചിലപ്പോൾ 2-3 മണിക്കൂർ കൊണ്ടാണ് കോഴിക്കോടേക്ക് നമ്മൾ സാധാരണ, ഇപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. എത്ര വേഗതയിൽ പോവുകയാണെങ്കിൽ കുറെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ പലപ്പോഴും 1 മണിക്കൂറിനുള്ളിൽ ഈ പൂർണ്ണമായിട്ട് റോഡ് തുറന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഒരു വലിയൊരു ശതമാനം റോഡ് നമുക്ക് മുന്നിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ കോഴിക്കോട് എത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ എത്ര 2 മണിക്കൂർ ലാഭമായിട്ടാണ് കാണുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 12 മണിക്കൂർ യാത്ര ചെയ്യേണ്ട സ്ഥലം നമുക്കൊരു 4 മണിക്കൂറിനുള്ളിൽ എത്താൻ കഴിയുന്ന ഒരു സൗകര്യമാണ് ഇപ്പൊ ഈ ദേശീയപാത 6 വരിപ്പാത നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് സൗകര്യമായി വരുന്നത്. അപ്പൊ അത്രയും വേഗത്തിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമെങ്കിൽ നമ്മുടെ യാത്രയുടെ വേഗത എത്രയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ പോകുന്നത് പോലെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എവിടെയാണ് നല്ല ഹോട്ടൽ ഉള്ളതെന്നും ഒക്കെ അവിടെ ബോർഡ് കാണണ്ട. ഇവിടെ ഞാൻ പോണ സമയത്ത് ഇവിടെ നല്ല നാടൻ ഫുഡ് കിട്ടിയിരുന്നു, അതിന്റെ അപ്പുറത്ത് നമ്മളെ ദമ്മ് ബിരിയാണി കിട്ടിയിരുന്നു പറഞ്ഞ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കി പോകുന്നത് നമ്മുടെ പഴയ സ്വഭാവം ഉണ്ടല്ലോ. ആ സ്വഭാവം എങ്ങാനും ഈ നമ്മുടെ ഈ ദേശീയപാതയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ വില നൽകേണ്ടി വരും, ജീവനും സമ്പത്തിനും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടെ യാത്രക്കാളുണ്ടെങ്കിൽ അവരോട് നോക്കാൻ വേണ്ടി പറയുക എവിടെയാണ് ഇറങ്ങേണ്ടത്, ഏതേലും ഇറങ്ങിയാലേ ഹോട്ടലിൽ കാണാൻ പറ്റുക എന്നുള്ളത്. അതല്ല നമ്മൾ തനിച്ചു പോകുന്നുവെങ്കിൽ സ്പീഡ് ട്രാക്കിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു മീഡിയം ആയിട്ട് പോകുന്ന ട്രാക്ക് ഉണ്ടല്ലോ, അതിലേക്ക് മാറി. അതുപോലും അറിയാത്തത് വലിയ വിഷയമാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് ഞാൻ കോഴിക്കോട് പ്രോഗ്രാമിന് ഇപ്പൊ കുറച്ച് 1 മാസമായിട്ട് സ്ഥിരമായിട്ട് കോഴിക്കോട് പ്രോഗ്രാം ഉണ്ട്. ആഴ്ച 2-3 യാത്ര നടത്തുന്നുണ്ട്. ആ സമയത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ദേശീയപാതയിൽ നമുക്ക് മുന്നിൽ 3 ട്രാക്ക് ഉണ്ട്. ഈ ഫസ്റ്റ് നമ്മുടെ വലത് ഭാഗത്ത് കാണുന്ന ട്രാക്ക് എന്നുള്ളത് അത് സ്പീഡ് ട്രാക്ക് ആണ് എന്ന് പറഞ്ഞാൽ അതിലൂടെ ദീർഘമായി യാത്ര അങ്ങനെ ചെയ്യാനുള്ളതല്ല. ഇപ്പൊ 2ാമത്തെ ട്രാക്കിലൂടെ വണ്ടികൾ സ്പീഡിൽ പോകുമ്പോൾ നേരെ മുന്നിലുള്ള വണ്ടിയെ മറികടന്നുകൊണ്ട് നമുക്ക് വേഗത്തിൽ പോകണം, ഓവർടേക്ക് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഈ സ്പീഡ് ട്രാക്കിലേക്ക് മാറണം. എന്നിട്ട് നേരെ മുന്നിലുള്ള വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേഗം നമ്മൾ 2ാമത്തെ ലൈനിലേക്ക്, 2ാമത്തെ ഈ ഭാഗത്തിലേക്ക്, ട്രാക്കിലേക്ക് മാറണം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഫ്രീ ആവണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ യാത്ര ഒന്ന് വേഗത കുറക്കണമെങ്കിൽ 3ാമത്തെ ട്രാക്കിലേക്ക്, ഇടത് ഭാഗത്തെ 3ാമത്തെ ട്രാക്കിലേക്ക് മാറണം. പക്ഷെ ഇതൊന്നും അറിയാതെ ഒരു രീതിയിൽ ഒരു പക്ഷെ ടെസ്റ്റ് പോലും നടത്താതെ ഏതോ കാലത്തുള്ള വാഹനങ്ങളിൽ പാട്ടും പാടി മെല്ലെ ഇങ്ങനെ ആടിപ്പാടിയിട്ട് ഈ സ്പീഡ് ട്രാക്കിലൂടെ മണിക്കൂറോളം യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രാക്കിലേക്ക് മാറി ഓണടിച്ചു കഴിഞ്ഞാൽ പോലും അവർ മാറി തരൂല. ആ സ്പീഡ് ട്രാക്കിൽ പോണ ആളുമെല്ലാം ഇങ്ങനെ പോണ് കാണാം. അത് ലോറി കാണാറുണ്ട്, അതേപോലെ തന്നെ ചില കാറുകളൊക്കെ കാണാറുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 2ാമത്തെ ട്രാക്കിൽ ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഉള്ളത് കൊണ്ട് ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് മാറി തരാൻ വേണ്ടി ഒന്ന് ഓണടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ഇട്ട് കാണിക്കും, അവിടെ ഈ കണ്ട സ്ഥലങ്ങളൊക്കെ എടുക്കണില്ല, നിങ്ങൾക്ക് എന്താ അതേരെ പോയിക്കൂടെ, അതേരെ തന്നെ പോകണമെന്നുണ്ടെന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അറിയായിട്ടാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ദീർഘമായിട്ടുള്ള യാത്ര ഇങ്ങനെ ചെയ്യാനുള്ളതല്ല ഈ ഫസ്റ്റ് വലത് ഭാഗത്ത് കാണുന്ന സ്പീഡ് ട്രാക്ക് എന്നുള്ളത്. നമുക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ, ഓവർടേക്ക് ചെയ്യാൻ സ്പീഡ് ട്രാക്കിലേക്ക് കയറുന്നു. എന്നിട്ട് നമ്മുടെ വിചാരിച്ച വാഹനങ്ങളൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ 2ാമത്തെ ട്രാക്കിലേക്ക് മാറണം. പിന്നെ ഒന്നുകൂടി നമ്മൾ സ്പീഡ് കുറച്ചിട്ട് ഒന്ന് റിലാക്സ് ആയി പോകുന്നുവെങ്കിൽ 3ാമത്തെ ട്രാക്കിലൂടെ പോകണം. അതല്ലാതെ ആകെ അങ്ങനെ കിടന്ന് പരക്കം പായരുത്. അങ്ങനെ പാഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ സാധാരണ ഇങ്ങനെ മെല്ലെ പോകുന്ന പോലെ അല്ല സ്പീഡ് ട്രാക്ക്. ഞാൻ പറഞ്ഞില്ലേ 12 മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് 4 മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിൽ എത്താൻ കഴിയുന്നുവെങ്കിൽ അതിന്റെ വേഗത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ
യാത്രയുടെ സേഫ്റ്റി നോക്കണം നിർബന്ധമായിട്ട്. ഒന്ന്, പല ആളുകളും കാണാൻ കാറിന്റെ ടയറൊക്കെ മൊട്ടായിട്ട് അതിന്റെ കമ്പി പോലും പുറത്തേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മാറ്റൂല, കുറച്ചുകൂടി ഓടട്ടെ, അങ്ങനെ കുറച്ചുകൂടി ഓടട്ടെ എന്ന് വിചാരിച്ച് സ്പീഡ് ട്രാക്കിലൂടെ നമ്മൾ വേഗത അറിയുന്നില്ല എന്നുള്ളതാണ്. 100 സ്പീഡിൽ 120 സ്പീഡ്, ഞാനൊക്കെ സാധാരണ ഒരു 70-80 സ്പീഡിന്റെ മേലൊക്കെ അങ്ങനെ പോവാറില്ല. പക്ഷെ ഇപ്പൊ പലപ്പോഴും 100-120 എത്തിയിട്ട് പോയി നമ്മൾ വേഗത അറിയുന്നില്ല എന്നാണ്. അത്രയും നല്ല റോഡാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ നമ്മൾ ഈ കാറിന്റെ ടയറൊക്കെ അതിന്റെ തേയ്മാനവും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ശരിയായിട്ടുള്ള കട്ടകൾ അതിന്റെ മേലെ ഉണ്ടോ ഇതൊന്നും നോക്കാതെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടയർ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല, എങ്ങണ്ട എത്തുമെന്ന് പറയാൻ പറ്റൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇനിയിപ്പോ പുതിയ ടയർ ആണെങ്കിൽ പോലും ചില ആളുകൾ ഗൾഫിലൊക്കെ പോയി വന്നിട്ട് ഒരു പക്ഷേ 2000-3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ. ഫലത്തിൽ അവരുടെ വാഹനം ഒരു 10 വർഷം 12 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടയർ കാര്യമായിട്ട് തേഞ്ഞിട്ടുണ്ടാവില്ല. ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുപാട് കാലപ്പഴക്കം കഴിഞ്ഞ വാഹനങ്ങളുടെ ടയർ ആണെങ്കിൽ സ്പീഡ് ട്രാക്കിലൊക്കെ കയറി നന്നായിട്ടാണ് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു നിശ്ചിത വർഷം കഴിഞ്ഞാൽ, അതിന്റെ സമയം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്യണം. എന്തിനേറെ പറയുന്നു, ഇപ്പൊ അടുത്ത് ഒരു വർഷം മുന്നേ എന്റെ ഫ്രണ്ട് ഒരു പുതിയ കാർ എടുത്തിട്ട് ആ കാറിന്റെ ടയർ 5000 കിലോമീറ്റർ ഞങ്ങൾ ഓടിക്കഴിഞ്ഞിട്ട് ഒരു യാത്രക്കിടയിൽ പെട്ടെന്ന് ആ ടയർ പൊട്ടി എന്നുള്ളതാ. കല്ലടിച്ചിട്ടോ എങ്ങനെയെന്ന് അറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ മോനെ വണ്ടിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അതിന്റെ 2ാമത്തെ ടയറും പൊട്ടി. അപ്പൊ ആ ടയർ കമ്പനി ഏതാണെന്ന് ഇപ്പൊ നമ്മൾ പറയണില്ല, മോശമല്ലേ? അപ്പൊ ഇതാണ് പുതിയ വണ്ടിയുടെ ടയറിന്റെ അവസ്ഥയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ വന്നിട്ട് 2000-3000 കിലോമീറ്റർ ഓടിയിട്ട് കയറ്റിയിട്ട് അടുത്ത പ്രാവശ്യം വരും. അങ്ങനെ 10-15 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം പഴങ്ങും തോറും ടയറിന്റെ കപ്പാസിറ്റി കുറയും. പിന്നെ എല്ലാവർക്കും ഒരു പരിപാടി ഉണ്ട്. ഒരു ടയർ മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എവിടുന്നേലൊക്കെ വണ്ടി തട്ടിമുട്ടിയിട്ടൊക്കെ ഒഴിവാക്കിയിട്ടുള്ള കുറച്ച് കട്ടയുള്ള ടയറൊക്കെ പോയി മേടിക്കും. സ്പീഡ് ട്രാക്കിൽ പോകുമ്പോൾ, അതായത് ദേശീയപാതയിലേക്കൊക്കെ പോകുമ്പോൾ അതിന്റെ വർഷങ്ങളൊക്കെ നോക്കി എടുത്തിട്ടില്ലെങ്കിൽ അത് പണിയാകും. അപ്പൊ ടയറിന്റെ കാര്യം, ബ്രേക്കിന്റെ കാര്യം, അത് എത്രത്തോളം അത് പ്രശ്നമായിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്, ഇതൊക്കെ ഇടക്ക് നോക്കുന്നത് നല്ലത്. സ്ഥിരമായിട്ട് ദീർഘയാത്രയുള്ള ആളുകൾ അതിന്റെ അപ്പുറം വലതുഭാഗത്തും ഇടതുഭാഗത്തുമുള്ള, അതായത് നമ്മൾ പോകുന്ന സമയത്ത് ഇടതുഭാഗത്തും വലതുഭാഗത്തും 2 മിററും 2 കണ്ണാടികളുണ്ട്. അത് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ട്രാക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പ കിട്ടും പണി. നിരന്തരമായിട്ട് നമ്മൾ എന്ത് വർത്തമാനത്തിലാണെങ്കിലും എന്ത് തിരക്കിലാണെങ്കിലും ലെഫ്റ്റും റൈറ്റും ഉള്ള കണ്ണാടികൾ നോക്കുക, മിറർ നോക്കുക, അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള കണ്ണാടി നോക്കുക. ഗ്ലാസ് അല്ല, ഫ്രണ്ടിൽ ഒരു കണ്ണാടി ഉണ്ട് നേരെ ബാക്ക് കാണാൻ വേണ്ടിയിട്ട്. അത്രയും ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ പൊടുന്നനെ എന്തെങ്കിലും വർത്താനത്തിന്റെ ഇടയിൽ പെട്ടിട്ട് സ്പീഡ് ട്രാക്കിലേക്ക് മാറുകയോ അല്ലെങ്കിൽ സ്പീഡ് ട്രാക്കിൽ നിന്ന് 2ാമത്തെ ട്രാക്കിലേക്ക് മാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിലോ കണ്ടുപിടിക്കാൻ പൊടി പോലും ഉണ്ടാവില്ല. അലിസ്പ്രേന്റെ പരസ്യം പോലെ ആവും. നമ്മൾ വിദേശ രാഷ്ട്രങ്ങളൊക്കെ പലപ്പോഴും പോകുമ്പോൾ കാണാറുണ്ട്, ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഒരു 10-100 വണ്ടി ഡയറക്റ്റ് ആയിട്ട് ഇടിക്കുന്നത്. അതിന്റെ കാരണം ഇതാ, അത്രയും സ്പീഡിൽ ഒരു രീതിയിലും നമുക്ക് എന്തില്ല, സിഗ്നലുകളോ കാര്യങ്ങളോ അതിന്റെ തടസ്സങ്ങളോ ഒന്നുമില്ല. ഒരു പോക്കങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത്രേ സ്ട്രൈറ്റ് ആയിട്ടും അത്രേ ഫ്രീ ആയിട്ടാണ് റോഡ് നമുക്ക് മുന്നിൽ ഉണ്ടായിരിക്കുക. അപ്പൊ വാഹനങ്ങൾ ഇങ്ങനെ നല്ല സ്പീഡിൽ വരുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പഴയ കാലത്ത് യാത്ര ചെയ്യുന്നത് പോലെ വർത്തമാനമൊക്കെ പറഞ്ഞ അടിക്കളിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വണ്ടി നമ്മുടെ മുന്നിൽ കുറച്ച് സ്ഥലം കാണുമ്പോൾ അങ്ങോട്ട് കയറ്റി പോവാണെങ്കിൽ നേരെ ബാക്കിൽ നിന്ന് പൊഞ്ചിട്ട് വണ്ടി വരുന്നുണ്ടാകും. നമ്മൾ കാരണമായി നമ്മുടെ ജീവൻ മാത്രമല്ല മറ്റൊരുപാട് ജീവനുകൾക്ക് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ ഇന്ന് ഈ കണ്ട വീഡിയോ വെച്ചിട്ട് പറയാണ്, ഒരു ലോറിയുടെ ബ്രേക്ക് പോയപ്പോഴേക്കും ഇത്ര വാഹനങ്ങൾ, 10ഓളം വാഹനങ്ങൾ, ചില വാഹനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങനെ ഒരുക്കി തൂക്കി വിൽക്കാനേ പറ്റില്ല, ടോട്ടൽ ലോസ് ആയിട്ടുണ്ട്. അത്രേ അങ്ങനെ ഇടിച്ചിട്ടുള്ളത്. അതായത് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എന്ന് പറഞ്ഞ് വലിയ സ്പീഡൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്. എന്താന്ന് വ്യക്തമായിട്ട് അറിയില്ല. അപ്പൊ ദേശീയപാതയിൽ 6 വരിപ്പാതയിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ 3 ലൈനൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ ഓരോ വണ്ടികളുടെ സ്പീഡ് എത്ര ആയിരിക്കും? അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കുക. ഈ ദേശീയപാതയിലുള്ള അച്ചടക്കങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മിറർ നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യണം. അതിനോട് കൂടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് നോക്കണം. മിറർ മാത്രം നോക്കിയാൽ പോരാ. കാരണം കുറച്ച് നമ്മൾ ഇനി ഈ ദേശീയപാതയിലൊക്കെ കയറിയിട്ട് നമ്മളെ ഈ ഒരു യാത്ര കുറച്ച് ശ്രദ്ധയോട് കൂടി ആയിട്ടില്ല എങ്കിൽ, ഇപ്പൊ സാധാരണ നമ്മുടെ സാധാരണ റോട്ടിലൊക്കെ കാണാൻ നമ്മൾ നല്ല കുടുംബത്തിൽ ഭരണം നടത്തുന്ന പോലെ ചില കാരണന്മാർ ഇങ്ങനെ പോകുന്ന സമയത്ത് ബൈക്കാണ് ഒറ്റയടിക്കല്. ഇൻഡിക്കേറ്റർ ഒന്നിട്ടുണ്ടാവില്ല. അവര് കുടുംബത്തിൽ വലിയ ആൾക്കാരാണ്, ഭയങ്കര തറവാട്ടുകാരായിരിക്കും. അതേപോലെ തന്നെ കാറും ബൈക്കും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകുമ്പോൾ ചവിട്ടി നിർത്തി ഒറ്റയടിക്കല്. എന്നിട്ട് നമ്മൾ ചവിട്ടി നിർത്തിയിട്ട് എന്താണ് ഇക്ക കാട്ടിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ചോദിക്കാൻ പാടില്ല. അവര് നാട്ടിലത്തെ പ്രമാണിയാണ്, വലിയ ആളാണ്, ഭയങ്കര സംഭവമായിരിക്കും, ചോദിച്ച പ്രശ്ന. പക്ഷെ എക്സ്പ്രസ് ഹൈവേയില് ആ അഹങ്കാരം ഒന്നും നടക്കൂല.
അങ്ങനെ പൊടുന്നനെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇൻഡിക്കേറ്റർ ഇടാതെയോ സിഗ്നൽ കൊടുക്കാതെയോ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നോക്കാതെയോ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കളിച്ചിട്ടുണ്ട് എങ്കിൽ പണി അപ്പ കിട്ടും. ഞാൻ വലിയ കോജാത്തിയാണ് അല്ലെങ്കിൽ വലിയ തറവാട്ടുകാരനാണ്, ഞാൻ നാട്ടിലത്തെ ഭയങ്കര സംഭവമാണ്, ഭയങ്കര പ്രൗഢിയുള്ള ആളാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ എല്ലാവരും കണക്കാം. നിയമം പാലിച്ച് ഓടിച്ചിട്ടില്ല എങ്കിൽ വലിയ അപകടമാണ് നമ്മളെയൊക്കെ കാത്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക, ബാക്കിയൊക്കെ തവക്കൽത്തു അലല്ലാ. എന്താണെങ്കിലും മൊബൈലിലൊക്കെ കോൾ ചെയ്തിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ചിരിച്ച് കളിച്ച് ഇങ്ങനെ പോകുന്നതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിരിച്ചിട്ടായിരിക്കും ഓടിക്കുക. മുന്നേ എന്ന് പറഞ്ഞ ഒന്നും കണ്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് പാ എന്ന് പറഞ്ഞ ഇങ്ങോട്ട് തന്നെ മാറ്റായിരുന്നു. ഇപ്പൊ അത് പറ്റൂല. അത്രയും സ്പീഡിലാണ് വാഹനം വരുന്നുണ്ടായിരിക്കുക. റോഡിന്റെ കാര്യം മനസ്സിലാക്കുക. ഇത് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ഞാനിപ്പോ സ്ഥിരമായിട്ട് ഒരു മാസം ഓരോ പ്രോഗ്രാമുകളായിട്ട് കോഴിക്കോട് സ്ഥിരമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. അപ്പൊ റോട്ടിലുള്ള കളികൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പിന്നെ ഇടക്കും നിലക്കൊക്കെ വിദേശത്ത് പോകുന്നത് കൊണ്ട് അതൊക്കെ കുറച്ച് പഠിച്ചതിന്റെ പേരല്ല, അതായത് നമുക്ക് വലിയ വിവരങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ ഇവിടെ എന്താണെന്നറിയില്ല, ഇപ്പോഴും അതിന്റെ ഒരു അച്ചടക്കം ശരിയായിട്ട് ഒരുപാട് ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. പാട്ടും പാടിയിട്ട് സ്പീഡ് ട്രാക്ക് മാറ്റി കൊടുക്കാതെ അങ്ങനെ പോവാ. അങ്ങനെ ദീർഘമായിട്ടുള്ള യാത്ര ഫസ്റ്റ് ട്രാക്കിൽ പാടുന്നില്ല. നമ്മുടെ വലതു ഭാഗത്ത് കാണുന്ന സ്പീഡ് ട്രാക്കില് അത് നമുക്ക് മറികടന്ന് കയറാൻ വേണ്ടിയിട്ട് സ്പീഡിൽ കയറിയ മറികടന്ന് ഉടനെ രണ്ടാമത്തെ ട്രാക്കിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇനി കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനുകളും അറിവുകളൊക്കെ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആവുന്ന സമയത്ത്, റോഡ് ഓപ്പൺ ആവുന്ന സമയത്ത് അതിന്റെ അധികൃതർ തരുമെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ജീവൻ മാത്രമല്ല ഒരുപാട് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അത് ഒരുപാട് കുടുംബങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മൾ കാരണമായിട്ട് കണ്ണീരുണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വിലപ്പെട്ട പിന്നെ അഭിപ്രായങ്ങളും കമന്റ്സുകളും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂട്ടായി ശ്രദ്ധിക്കുമ്പോഴാണ് വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുക. പലരും പല ഹാലില, പല ചിന്തല, പല എന്താ പറയാ, പല ചിന്തകൾ വെച്ചിട്ട് ഒരു ഓട്ടം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കാരണം അത്രയും സ്പീഡാണ് ലോകം, അല്ലെങ്കിൽ അത്രയും സ്പീഡാണ് നമ്മുടെ ലൈഫൊക്കെ. എന്തിനാ ഓടുന്നു ചോദിച്ചാൽ അറിയില്ല, അങ്ങനെ ഓടുന്നെ. എന്താണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാം.